Welcome all dear friends to our English class. Today we are going to study about different types of nouns. എല്ലാവർക്കും ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നൗണുകളെ കുറിച്ചാണ്. Let's start. Nouns are the words that represents the name of a person, place, thing or ideas. വ്യക്തികൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, ആശയങ്ങൾ അങ്ങനെ എന്തിൻ്റെയും പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. നാമം എന്നാണ് നൗണിൻ്റെ മലയാളം. ഏതിൻ്റെയും പേരായ ശബ്ദത്തെ നമ്മൾ നാമം എന്ന് പറയുന്നു, നൗൺ എന്ന് വിളിക്കുന്നു. Nouns are very important in English because they are the basic elements of a sentence. ഇംഗ്ലീഷിൽ നൗണിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം ഒരു സെൻറ്റൻസിലെ ബേസിക് എലമെൻ്റ് എന്ന് പറയുന്നത് നൗണാണ്. സോ ഇഫ് യു വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ് യു നീഡ് ടു നോ അബൌട്ട് നൗൺ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നൗണിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. Any word which shows name is a noun. That may be persons, things, birds and animals, our ideas, feelings, and the name of each and everything in our universe is come under noun. എന്തിൻ്റെയും പേരായ ശബ്ദത്തെ നമ്മൾ നാമം എന്ന് വിളിക്കുന്നു. നൗണിൻ്റെ മലയാളം വാക്കാണ് നാമം. അത് വ്യക്തികളാകാം, സ്ഥലങ്ങളാകാം, വസ്തുക്കൾ, പക്ഷിമൃഗാദികൾ, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, പ്രപഞ്ചത്തിൽ കാണുന്ന ഏതൊന്നിൻ്റെയും പേര് നൗൺ എന്ന വിഭാഗത്തിൽ പെടുന്നു. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ, എ മാൻ, എ വുമൻ, രോഹിണി, ചെയർ, ടേബിൾ, കൗ, ഗോഡ്, പെൻ, പെൻസിൽസ്, റിവർ, മൗണ്ടൻ, എവറി നെയിമിംഗ് വേർഡ്സ് ആർ നൗൺസ്. Nouns are classified into different types. Let's check which are they. നൗൺസിനെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയെന്ന് നമുക്ക് പഠിക്കാം. കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കോൺക്രീറ്റ് നൗൺ, അബ്സ്ട്രാക്ട് നൗൺ ആൻഡ് അതർ ടൈപ്സ് ഇൻക്ലൂഡ് കളക്റ്റീവ് നൗൺസ്, കൗണ്ടബിൾ നൗൺസ്, അൺകൗണ്ടബിൾ നൗൺസ് ആൻഡ് കോമ്പൗണ്ട് നൗൺസ്. ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്. ലെറ്റ്സ് ഹാവ് എ ചെക്ക് അബൌട്ട് കോമൺ നൗൺ. Noun that represents a class of objects or common type of things, places and persons, or we can say common nouns are words that name general. നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, പൊതുവായിട്ട് പറയുന്ന പേരുകൾ, വസ്തുക്കളാണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും അവയെ പൊതുവായി പറയുന്ന പേരുകളെയാണ് സാധാരണയായി കോമൺ നൗൺ എന്ന് വിളിക്കാറുള്ളത്. Here there is some examples for common noun. Time, year, city, people, bus, day, school, life, family, money, man, woman, girl, boy, teacher, cattle. All these type of words are common nouns. ഇവയെല്ലാം കോമൺ നൗണുകളുടെ ഉദാഹരണങ്ങളാണ്. അടുത്തതായി പ്രോപ്പർ നൗണുകളെ കുറിച്ച് പറയാം. A noun that serves as the name for specific person, place or things. ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുക്കളുടെയോ പ്രത്യേകമായിട്ടുള്ള പേരുകളെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. You know that we all are recognized through our name, house name, etc. നമ്മൾ ഓരോരുത്തരും പ്രത്യേകം പേരുകളുള്ളവരാണ്. ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള പേരുകൾ, വീട്ടുപേര് അല്ലെങ്കിൽ പട്ടണത്തിൻ്റെ പേര്, രാജ്യത്തിൻ്റെ പേര്, അങ്ങനെ പ്രത്യേകമായിട്ടുള്ള പേരുകളെല്ലാം പ്രോപ്പർ നൗണിൽ ഉൾപ്പെടുന്നതാണ്. If anybody asks me what's your name, I will answer that my name is Rohini. That's my name. It's specific for me, so Rohini is a proper noun. എന്നോട് എൻ്റെ പേരെന്താണെന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ഉത്തരം പറയുക? എൻ്റെ പേര് രോഹിണി എന്നാണ്. അത് എൻ്റെ പേരാണ്, എന്നെ തിരിച്ചറിയാനുള്ള എൻ്റെ പേരാണ്. ആ പേര്
എന്തായിരിക്കും? പ്രോപ്പർ നൗണിൽ ഉൾപ്പെടുന്നതാണ്. ഓരോ വ്യക്തിയെയും പ്രത്യേകം പരാമർശിക്കുന്നതിന് ആവശ്യമായ പേരുകളെ പ്രോപ്പർ നൗണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനദർ എക്സാമ്പിൾസ് ആർ ഇന്ത്യ, നെയിം ഓഫ് എ കൺട്രി, ഗൂഗിൾ, കമ്പനി നെയിം, ജൂലൈ, മന്ത്, രാമായണ, എ ബുക്ക് നെയിം, മൗണ്ട് എവറസ്റ്റ്, സ്പെസിഫിക് നെയിം ഫോർ എ മൗണ്ടൻ. All these are proper nouns. ഇന്ത്യ, ഗൂഗിൾ, ജൂലൈ, രാമായണ, മൗണ്ട് എവറസ്റ്റ് ഇവയെല്ലാം ഓരോന്നിനെയും പ്രത്യേകമായി എടുത്തു കാണിക്കുന്ന പേരുകളായതുകൊണ്ട് അവയെല്ലാം പ്രോപ്പർ നൗണിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്തതായി കോമൺ നൗണും പ്രോപ്പർ നൗണും നമുക്ക് എങ്ങനെ വേർതിരിച്ചറിയാൻ സാധിക്കുമെന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ നൗൺ ആൻഡ് പ്രോപ്പർ നൗൺ. Common noun refers to a class or group and is not usually capitalized unless at sentence start. കോമൺ നൗൺ എപ്പോഴും ഒരു ക്ലാസ്സിനെയോ ഒരു ഗ്രൂപ്പിനെയോ കാണിക്കുന്നതായിരിക്കും. ഒരു സെൻറ്റൻസിൻ്റെ ഇടയിലാണ് വരുന്നതെങ്കിൽ ഒരിക്കലും അത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കില്ല തുടങ്ങുന്നത്. സെൻറ്റൻസിൻ്റെ ആദ്യമാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങും. കാരണം ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കുമല്ലോ. പക്ഷേ സെൻറ്റൻസിൻ്റെ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ കോമൺ നൗൺ ഒരിക്കലും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കില്ല തുടങ്ങുന്നത്. പ്രോപ്പർ നൗൺസ് ആർ സ്പെസിഫിക് നെയിം ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. പ്രോപ്പർ നൗണുകൾ ഒരു പ്രത്യേക വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുക്കളുടെയോ പ്രത്യേകമായുള്ള പേരുകളാണ് പ്രോപ്പർ നൗൺ. ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. എപ്പോഴും അവ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും തുടങ്ങുന്നത്. That's it for today's lesson. We will study the remaining classifications of noun in the next video. See you. If you like my class, please like, comment, share and subscribe my channel. Thanks for watching.